ഭോപ്പാലിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ബ്ലഡ് ബാങ്കിൽ നിന്നും രക്തവും പ്ലാസ്മയും മോഷ്ടിക്കപ്പെട്ടതായി പരാതി. സംഭവത്തിൽ ഔട്ട്സോഴ്സ് ജീവനക്കാരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഇത്തരത്തിൽ രക്തവും പ്ലാസ്മ യൂണിറ്റുകളും ഒക്കെ മോഷണം പോകുന്നത്. എത്ര പേരുടെ ജീവൻ രക്ഷിക്കാൻ ഉതകുന്നതാണിത്? അപ്പോൾ ഒരു ഔട്ട്സോഴ്സിംഗ് ജീവനക്കാരനാണ്, CCTV ദൃശ്യങ്ങൾ ലഭിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും ഉണ്ടല്ലോ. ക്രിസ്റ്റീന, അത്യന്തം ഗൗരവവും ഒപ്പം തന്നെ കൗതുകവുമുള്ള ഒരു വാർത്തയാണ് ഭോപ്പാലിൽ നിന്നും പുറത്തു വരുന്നത്. ഭോപ്പാലിലെ അഭിമാനകരമായ സ്ഥാപനം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ രക്തബാങ്കിൽ നിന്നാണ് രക്ത യൂണിറ്റുകളും പ്ലാസ്മ യൂണിറ്റുകളും മോഷണം പോയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ രക്തബാങ്കിന്റെ ചുമതലയുള്ള ഡോക്ടർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി ഈ രക്തബാങ്കിൽ നിന്നും രക്ത യൂണിറ്റുകളും പ്ലാസ്മ യൂണിറ്റുകളും മോഷണം പോയതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് കഴിഞ്ഞയാഴ്ചയാണ് ഈ പ്ലാസ്മ യൂണിറ്റിന് സമീപം ഒരു CCTV ക്യാമറ സ്ഥാപിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബർ 28-ന് വീണ്ടും മോഷണം പോയതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഈ CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ ഈ രക്തബാങ്കിലെ ഒരു താൽക്കാലിക ജീവനക്കാരൻ, ഔട്ട്സോഴ്സ് ചെയ്ത ജീവനക്കാരനാണ്, ഒരു ടെക്നീഷ്യനാണ് അങ്കിത് എന്നു പേരുള്ള ഇയാൾ ഈ പ്ലാസ്മ യൂണിറ്റുകൾ, 2 പ്ലാസ്മ യൂണിറ്റുകൾ എടുത്ത് മറ്റൊരാൾക്ക് കൈമാറുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു. ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് നൽകിക്കൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. പ്രാഥമികമായി ഈ ആശുപത്രിയിലെ ഡോക്ടർ അടക്കമുള്ളവർ ഈ അങ്കിത്തിനെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ ഇയാളോട് ഈ ചോദ്യങ്ങൾ ചോദിച്ച ഉടൻ ഇയാൾ ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. ഈ ജീവനക്കാരൻ അങ്കിതും സഹായിയും ഇപ്പോൾ ഒളിവിലാണ്. പോലീസ് ഇവർക്ക് എതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇത് മറ്റേതെങ്കിലും ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ പുറമേ വിൽക്കുന്നതിന് വേണ്ടിയാണോ ഈ രക്തവും പ്ലാസ്മയും മോഷ്ടിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഇയാളെ പിടികൂടി ചോദ്യം ചെയ്യുന്നതിൽ നിന്നായിരിക്കും വ്യക്തമാവുക. ക്രിസ്റ്റീന, ശരി. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.